എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഇഷ്ടമുള്ളവരും ഉണ്ടാവും, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവില്ലേ. പക്ഷേ ഇത് എത്ര കിട്ടിയാലും എനിക്ക് തികയൂല കേട്ടോ, അത്രയ്ക്കും ഇഷ്ടമാണ്. അതും തയ്യാറാക്കിയെടുക്കുന്നത് ഈ രീതിയിൽ നാടൻ രീതിയിലാണെന്നുണ്ടെങ്കിൽ പൊളിക്കും. ചിക്കൻ പാർട്സിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുക. അതിലേക്ക് 2 സവാളയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു തക്കാളിയുടെ എണ്ണം വലുപ്പം കൂടണ്ട, എണ്ണവും കൂടണ്ട, ചെറിയൊരു തക്കാളി മതി. അതും അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. പിന്നെ അതിലേക്ക് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും അതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കിലോൻ്റെ കുറച്ച് മുകളിലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ പാർട്സ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. പക്ഷേ ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതുപോലെ വേവിച്ചെടുക്കണം. ലാസ്റ്റ് ഏകദേശമൊക്കെ ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതങ്ങനെ ആ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയിട്ട് വരണം കേട്ടോ. കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, അതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. വറ്റി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചാൽ സംഭവം റെഡി.